എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. നമ്മുടെ പാർട്ടി പരിപാടിയുടെ 6-ാം അധ്യായത്തിൽ 15-ാം ഖണ്ഡികയ്ക്കൊക്കെ വളരെ കൃത്യമായി പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ നമ്മുടെ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷ പീഡനം നടത്തുന്നുള്ള ഒരു പ്രചാരവേല വളരെ സംഘടിതമായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ഈ കേരളത്തിനകത്ത് പ്രചരണം നടത്തിയിട്ടുണ്ട്. പലരിലേക്കും അത് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരിശോധനയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ പ്രഖ്യാപിത നിലപാടാണ്. ന്യൂനപക്ഷ സംരക്ഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എന്നാൽ അതിനെതിരായി നടക്കുന്ന അവാദ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലപാട് സ്വീകരിക്കണം. അപ്പൊ അത്തരം നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ മതനിരപേക്ഷതയെ പിടിക്കാനുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് മുന്നോട്ടേക്ക് വെക്കണം. ശാസ്ത്രീയ ചിന്ത ജനങ്ങളുടെ മനസ്സിൽ പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകണം എന്ന് നമ്മുടെ പാർട്ടി കാണുന്നുണ്ട്. വായനശാലകൾ, കലാസമിതികൾ, സ്പോർട്സ് ക്ലബ് പ്രവർത്തന പരിപാടികൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ പ്രവർത്തനങ്ങൾ വളരെ സംഘടിതമായി നമുക്ക് ഏറ്റെടുക്കാനും